നമ്മൾ ആ 33 വർഷത്തെ ഈശോയുടെ ജീവിതം മാത്രമേ ആഘോഷിക്കൂ. പക്ഷെ അത് കഴിഞ്ഞ് ഈശോ എവിടെ പോയെന്നാ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്? അവൻ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായി. മൂന്നാമത്തെ ഘട്ടമാണ്. നാലാമതൊരു ഘട്ടവും കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങളിത് മറക്കരുത്. പന്തക്കുസ്ത നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ടല്ലോ. സഭയെ നമ്മൾ കേവലം ഒരു മാനുഷിക സംവിധാനമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ സഭയിലെയും ഏത് സഭയിലെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. സഭ എന്ന് പറയുന്നത് ചുമ്മാ ഒരു മാനുഷിക സംവിധാനം. മെത്രാന്മാര് 19 പേര് അവിടെ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നു, അവര് കാപ്പ് കുടിക്കുന്നു, അവര് ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുന്നു. എന്ത് ദുഷ്ടന്മാരാണ്. പക്ഷേ ഈശോയുടെ ജീവിതത്തിലെ നാലാമത്തെ ഘട്ടം പന്തക്കുസ്തായിൽ ആരംഭിക്കുന്നു. പന്തക്കുസ്തായിൽ ഈശോ പുതിയൊരു ശരീരമെടുത്തു. ആ ശരീരത്തിന്റെ പേരാണ് സഭ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ സഭയിലെ കൂദാശകൾക്ക് സാങ്കത്യം. എങ്ങനെയാ? കൂദാശകളിലൂടെ.